ഇന്നത്തെ ടോപ്പിക്ക് ന്യൂക്ലിയർ എനർജിയാണ്. ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർമസ് എനർജി റിലീസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻ. ന്യൂക്ലിയർ റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ അകത്താണ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ നമ്മൾ രണ്ട് പ്രോസസ്സിൽ കൂടിയിട്ട് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. ആ സമയത്തുണ്ടാകുന്ന എനർജി ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും. ആ എനർജീനെയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഒരാറ്റത്തിന് നമ്മൾ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രോട്ടോൺ ന്യൂട്രോണാണ് അതിൻ്റെ ന്യൂക്ലിയസ്. അതിൻ്റെ പുറത്ത് അതിൻ്റെ ഓർബിറ്റിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ ഇലക്ട്രോൺസിനെ അതിനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് അതിൻ്റെ ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിയർ എനർജി വെച്ചിട്ടാണ്. ഈ എനർജി ലാർജ് എമൗണ്ട് ആയിരിക്കും. നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന രണ്ട് മെത്തഡാണ് ന്യൂക്ലിയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് ന്യൂക്ലിയർ റിയാക്ഷൻ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റിംഗ് ഓഫ് ഹെവി ന്യൂക്ലിയസ് ഇൻറ്റു 2 or more ലൈറ്റർ ന്യൂക്ലിയർ ആൻഡ് എനർജി. അതായത് ഒരു ഹെവി ന്യൂക്ലിയസ് ഉണ്ടാവും. നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു ന്യൂട്രോൺ വെച്ച് ബോംബാർഡ് ചെയ്ത് ഇടിപ്പിച്ചിട്ട് അതിനെ ലൈറ്റർ ന്യൂക്ലിയായിട്ട് ഡിവൈഡ് ചെയ്യും. ബേരിയമായിട്ടും ക്രിപ്റ്റോണായിട്ടും. ഇവിടെ യുറേനിയമാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് 2-3 ന്യൂട്രോൺസും ഹൈ എമൗണ്ട് ഓഫ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് യുറേനിയം സ്പ്ലിറ്റ് ചെയ്ത് ബേരിയവും ക്രിപ്റ്റോണും ആയി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 2-3 ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ കൂടെ ലാർജ് എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. The energy released will be of the order of 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് പെർ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിന് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എനർമസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അൺകൺട്രോൾഡുമായിരിക്കും. കാരണം ഇതിൻ്റെ കേസിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു യുറേനിയം ആറ്റത്തിന് ഒരു ന്യൂട്രോൺ വെച്ച് ബോംബാർഡ് ചെയ്യിക്കുകയാണ്. ഈ ബോംബാർഡ് ചെയ്യിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇതൊരു ബേരിയവും ക്രിപ്റ്റോണായിട്ട് മാറും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 ന്യൂട്രോൺസ് ഉണ്ടാവും. ഈ 3 ന്യൂട്രോൺ പോയി അടുത്ത 3 യുറേനിയം ന്യൂക്ലിയസിനെ ബോംബാർഡ് ചെയ്യിക്കും. അങ്ങനെ അതിൽ നിന്നും 3 ന്യൂട്രോൺസ് ഫർദർ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഹൈ എമൗണ്ട് ഓഫ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മൾ ആറ്റം ബോംബിൻ്റെ പ്രിൻസിപ്പിൾ. പക്ഷേ ഈ എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്ത് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ യൂസേജിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് ന്യൂക്ലിയർ റിയാക്ടറിലെ ഓപ്പറേഷൻ. അതിലെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജീനെ, അതായത് ഓരോ 3 ന്യൂട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിലെ 2-3 ന്യൂട്രോൺസിനെ നമ്മൾ അബ്സോർബ് ചെയ്യും. 3 പ്രൊഡ്യൂസ് ചെയ്താൽ 2 അബ്സോർബ് ചെയ്യും. ബാക്കി 1 വെച്ച് അടുത്ത യുറേനിയത്തിനെ ബോംബാർഡ് ചെയ്യിക്കും. അങ്ങനെ കൺട്രോൾഡായിട്ട് ന്യൂക്ലിയർ ഫിഷൻ നടത്തി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ന്യൂക്ലിയർ റിയാക്ടറിൽ നടത്തുന്നത്. ഇതിൽ ദി എമിറ്റഡ് ന്യൂട്രോൺസ് ആർ നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് ഫോർ ദി നെക്സ്റ്റ് എമിഷൻ. സം ഓഫ് ദം അബ്സോർബ്ഡ് ആൻഡ് റിലീസ്ഡ് എനർജി ക്യാൻ ബി കൺട്രോൾഡ്. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വെച്ചാൽ 2 സ്മോൾ ന്യൂക്ലിയസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹയർ ന്യൂക്ലിയർ ഉണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് 2 ലൈറ്റർ ന്യൂക്ലിയൈ ഫ്യൂസ് ടുഗെദർ ആൻഡ് ഗിവ് റൈസ് ടു ഹെവിയർ ന്യൂക്ലിയസ് ആൻഡ് എനർജി. അതായത് ഈ 2 ലൈറ്റർ ന്യൂക്ലിയനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഹെവിയർ ന്യൂക്ലിയസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. ഈ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ഹീറ്റ് എനർജിയാണ് ആവശ്യം. കാരണം ഹീറ്റ് എനർജി വെച്ചിട്ടാണ് നമ്മൾ ഈ 2നെ ഫ്യൂസ് ചെയ്യുമ്പം എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്കംസ്റ്റാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് എവിടേക്കായിരിക്കും, സ്റ്റാർസിലായിരിക്കും. കാരണം നമ്മളെ നോർമൽ കണ്ടീഷനിൽ ഇത്രയും എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് സ്റ്റാർസിലായിരിക്കും. സണ്ണിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സണ്ണിൻ്റെ അകത്ത് ഒരുപാട് ഹൈഡ്രജനും ഹീലിയം ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 2 ഹൈഡ്രജൻ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഫ്യൂഷൻ ചെയ്തിട്ട് ഒരു ഹീലിയം ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ന്യൂട്രോൺ ഉണ്ടാവും. അപ്പം ലാർജ് വാല്യൂ ഓഫ് എനർജിയും ഉണ്ടാവും. അതാണ് ഫ്യൂഷൻ്റെ കേസിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ആവശ്യമായതുകൊണ്ട് തന്നെ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും കൂടി തന്നെ പറയും. നെക്സ്റ്റ് വരുന്നതാണ് റേഡിയോ ആക്റ്റീവ് എമിഷൻ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അൺസ്റ്റേബിൾ ആണെങ്കിൽ അത് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും,
റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. എങ്ങനെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതിന് നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആൽഫ, ബീറ്റ ആൻഡ് ഗാമ. ആൽഫ റേസ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും, ബീറ്റ റേസ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും, ഗാമക്ക് ചാർജ് ഉണ്ടാവില്ല. സെക്കൻഡ് വരുന്നത് ആൽഫ എന്ന് പറയുന്നത് ഹൈലി ആക്റ്റീവ് ആണെങ്കിൽ ബീറ്റ എക്സ്ട്രീംലി ആക്റ്റീവാണ്. ഗാമ ബീറ്റനേക്കാളും ആക്റ്റീവായ റേ ആണ്. നെക്സ്റ്റ് പെനിട്രേറ്റിംഗ് പവർ വെച്ച് നോക്കും, അതായത് തുളച്ച് കയറാനുള്ള പവർ. പെനിട്രേറ്റിംഗ് പവർ ആൽഫേൻ്റെ കേസിൽ ലോ ആണെങ്കിൽ ബീറ്റ ഹയർ പെനിട്രേറ്റിംഗ് പവർ കമ്പയർഡ് ടു ആൽഫയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പെനിട്രേറ്റിംഗ് പവർ ഉള്ളത് ഗാമക്കാണ്. ആൽഫേനെ നമുക്കൊരു പേപ്പർ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബീറ്റനെ നമുക്കൊരു മെറ്റൽ ഷീറ്റോ കോൺക്രീറ്റോ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വെറാസ് ഗാമേനെ നമുക്ക് ഇതൊന്നും കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കി കമ്പാരിസൺ നോക്കിയാൽ മതി.